നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തമാശക്കാർ, ഏറ്റവും വലിയ കൊമേഡിയന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സിനിമ താരങ്ങളെയൊന്നും മനസ്സിൽ ഓർക്കരുത് കേട്ടോ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഏറ്റവും വലിയ തമാശക്കാർ അല്ലെങ്കിൽ നമ്മളെ പൊട്ടി ചിരിപ്പിക്കുന്ന ആൾക്കാർ, കുതിരോട്ടം പപ്പു, അടൂർ ബാസി, ബഹദൂർ, അങ്ങനെ ഈ ഇന്നസെന്റ് ഏട്ടൻ, അങ്ങനെ അത്തരത്തിലുള്ള മലയാള സിനിമയിൽ മലയാളികളെ പൊട്ടി ചിരിപ്പിച്ച കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെ ചിരിപ്പിക്കുന്നത് ആരാണെന്നറിയോ? നമ്മളെ ചിരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില സഖാക്കന്മാരാണ്. തലയിൽ ഇപ്പോഴും നല്ല ഒന്നാം നമ്പർ കളിമണ്ണുള്ള അന്തംകമ്മി സഖാക്കളാണ് എല്ലാ ദിവസവും നമ്മളെ ചിരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ചാനലിൽ നടന്ന ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആണ്. അപ്പൊ അതിൽ പങ്കെടുത്തത് ഇതിന്റെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്ന് പറയുന്ന ഒരു ന്യായീകരണ തൊഴിലാളി ഉണ്ടല്ലോ. നിങ്ങളിൽ പലർക്കും പരിചയം ഉണ്ടാവും. മിക്കവാറും ചാനലുകളിലൊക്കെ ഇയാൾ ഇങ്ങനെ മാറി വരും. അനിൽകുമാർ എന്ന് പറഞ്ഞ വേറൊരു മുതലുണ്ട്, അത് പിന്നെ പറയാം. ഇത് അരുൺകുമാറാണ്. ഇയാൾ പണ്ട് എവിടെയോ മത്സരിക്കാനൊക്കെ പോയിരുന്നു. മറ്റേ ചുമരെഴുത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയത്. അങ്ങനെ ഒരു കഥ പണ്ടുണ്ട്. അപ്പം ഈ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഈ അരുൺകുമാർ ഒരു തമാശ പറഞ്ഞപ്പോ സ്ക്രീനില് ഇതിന്റെ അവതാരകൻ അഭിലാഷ് മോഹനാണ് അവതാരകൻ കേട്ടോ. അഭിലാഷ് മോഹന് ചിരി പൊട്ടി. പക്ഷെ അഭിലാഷ് മോഹന്റെ മുഖം കണ്ടില്ല. ശരിക്കും മുഖം കണ്ടത് നമ്മുടെ സന്ദീപ് വാര്യരുടേതാണ് കേട്ടോ. കാരണം അതിൽ കോൺഗ്രസ് പ്രതിനിധിയായി ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് സന്ദീപ് വാര്യരായിരുന്നേ. സന്ദീപ് വാര്യർക്ക് ചിരിച്ചിട്ടിന്റെ ദൈവമേ, ചിരിച്ചിട്ടൊരു നിവൃത്തിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അരുൺകുമാർ പറഞ്ഞ തമാശ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ എന്താ പറയാ പത്രവിശേഷങ്ങൾ അല്ലെങ്കിൽ വാർത്താവിശേഷങ്ങൾ തുടങ്ങാം. അതായത് നമ്മൾ സാധാരണ പിണറായി വിജയനെ, ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പിണറായി വിജയനെ വിശേഷിപ്പിക്കാറുള്ളത് കാരണഭൂതൻ എന്നാണ്. കാരണഭൂതൻ എന്ന് നമ്മൾ പിണറായി വിജയനെ വിശേഷിപ്പിക്കാൻ കാരണഭൂതൻ എന്ന് സഖാക്കന്മാർ തന്നെ വിശേഷിപ്പിച്ചതാണ്. അറിയാലോ, പണ്ടത്തെ തിരുവാതിരപ്പാട്ട്. ആ തിരുവാതിരപ്പാട്ടിൽ കാരണഭൂതൻ, പിണറായി വിജയൻ കാരണഭൂതൻ എന്ന് സഖാക്കന്മാര് തന്നെ വർണ്ണിച്ചതാണ്. ഈ നാട്ടിലെ സഖാത്തികൾ മുഴുവനും തിരുവാതിരക്കളി കൂട്ടമായി കളിച്ചതാണ്. പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല എന്നെ നീ കാരണഭൂതൻ എന്നൊന്നും വിളിക്കരുതിട്ടോ എന്ന് ഈ പെണ്ണുങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഈ പാട്ട് എഴുതിയ പൂവരണി നമ്പൂതിരിട്ടാണ് പാട്ട് എഴുതിയത്, തിരുവാതിരപ്പാട്ട് എഴുതിയത്. അയാളോടും പറഞ്ഞിട്ടില്ല, സഖാക്കന്മാരോട് പറഞ്ഞിട്ടില്ല. അന്ന് ആ സദസ്സിൽ MA ബേബി മുതൽ നമ്മുടെ EP ജയരാജൻ മുതലുള്ള ആൾക്കാരൊക്കെ ആ തിരുവാതിരക്കളി സദസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഈ കാരണഭൂതൻ എന്ന് പറയുന്നത് സഖാക്കൾ തന്നെ നൽകിയ, പിണറായി വിജയന് നൽകിയ ഒരു ബഹുമതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാരണഭൂതൻ എന്ന് വിളിക്കുന്നത്. പിണറായി വിജയനെ പറ്റി ചീത്ത പറയുമ്പോൾ നമ്മൾ പരനാറി, നികൃഷ്ടജീവി, എഡോ എന്നൊക്കെ വിളിക്കും. കാരണം ഇതൊക്കെ സഖാവ് പിണറായി വിജയൻ മറ്റാൾക്കാരെ വിളിച്ചതാണ്. അങ്ങനെയാണല്ലോ ഈ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കുന്നത് അതേപോലെ തിരിച്ചും പ്രതികരിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ എഡോ ഗോപാലകൃഷ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എഡോ പിണറായി എന്ന് എനിക്കും പറയാം, നിങ്ങൾക്കും പറയാം. അതേപോലെ പരനാറി എന്ന് ആരെയാണ് നമ്മളെ NK പ്രേമചന്ദ്രനെ വിളിക്കുമ്പോൾ നമുക്കും പറയാം പരനാറി വിജയ എന്ന് നമുക്കും വിളിക്കാം. പിന്നെന്താ നികൃഷ്ടജീവി എന്ന് ഒരു പിതാവിനെ, അല്ലെ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചപ്പോൾ നമുക്ക് പിണറായി വിജയനെ വിളിക്കാം നികൃഷ്ടജീവിയാണ് അയാൾ എന്ന് പറയാം. അതേപോലെ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്ന ശേഷവും അയാൾ കുലങ്കുത്തി തന്നെ എന്ന് പറയുന്ന പിണറായിയെയും നമുക്ക് കുലങ്കുത്തി എന്ന് വിളിക്കാം. അങ്ങനെ കുലങ്കുത്തി, നികൃഷ്ടജീവി, പരനാറി, പിന്നെന്താണ് പറയാ, ഈ ആദ്യം ഞാൻ പറഞ്ഞ കാരണഭൂതൻ, അങ്ങനെ വിവിധങ്ങളായ വിശേഷണങ്ങൾ പിണറായി വിജയനുണ്ട്. അപ്പം ഒരു പുതിയൊരു വിശേഷണമാണ് നമ്മുടെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറഞ്ഞത്. ഈ അരുൺകുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോട്ടോ. രണ്ടിങ്ങനെ ഇരട്ടപ്പറ്റ സഹോദരന്മാരാണ്. ആരാണ് ഏറ്റവും വലിയ വിഡ്ഢി, ഏറ്റവും വലിയ വിദ്യാസുരൻ ആരാണ് എന്ന് മാത്രമേ തർക്കമുള്ളൂ. രണ്ടാളും മത്സരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് KS അനിൽകുമാറും പിന്നെ അരുൺകുമാറും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അരുൺകുമാറിനെ കുറിച്ചാണ്. അപ്പോ അരുൺകുമാർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്റർനാഷണൽ മുഖ്യമന്ത്രിയാണ്. മുപ്പര് പറഞ്ഞതാണ്.
പിണറായി വിജയനെ പറ്റി നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്റർനാഷണൽ മുഖ്യമന്ത്രിയാണ്, അന്താരാഷ്ട്ര മുഖ്യമന്ത്രിയാണ്. അന്താരാഷ്ട്ര വിമാനത്താവളം, പിന്നെന്താണ് അന്താരാഷ്ട്ര മ്യൂസിയം, അങ്ങനെ അന്താരാഷ്ട്ര സർവീസുകൾ, അങ്ങനെ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇന്റർനാഷണൽ. അപ്പൊ ഇയാൾ ഇന്റർനാഷണൽ മുഖ്യമന്ത്രിയാണത്രേ. ഇത് ഏത് ലെവലില്? അത് കേട്ടിട്ടാണ് ഇയാൾ ചിരിച്ചു പോയത്. ആര് ചിരിച്ചു പോയത്? സന്ദീപ് വാര്യർ ചിരിച്ചു പോയത്. സ്വതവേ സന്ദീപ് വാര്യർ അങ്ങനെ എപ്പോഴും ചിരിക്കുന്ന ആളൊന്നുമില്ല, പക്ഷെ തമാശ കേട്ടാൽ സന്ദീപ് വാര്യർ ചിരിക്കും. സന്ദീപ് വാര്യർ തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ചു. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഇന്റർനാഷണൽ. പെട്ടെന്ന് നമ്മുടെയൊക്കെ മുന്നിൽ എന്താ വരുന്നത്? ഇയാൾ ഏതോ മറ്റേ ന്യൂയോർക്കിൽ എവിടെ പോയത്, ടൈം സ്ക്വയർ, അവിടെ ചെന്നിട്ട് ഇയാൾ ഒരു തുരുമ്പ് പിടിച്ച ഇരുമ്പ് കസാരന് മേലെ കോട്ടും ടൈയൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്ന ഒരു ചിത്രമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. ഇയാൾ ഇന്റർനാഷണൽ മുഖ്യമന്ത്രിയാണത്രേ. ഈ അമ്മായി അന്തംഗമികൾ. ഈ CPM-നോട് നമുക്ക് പുച്ഛം തോന്നുന്നത് എന്താണെന്നറിയോ? CPM-നോട് പുച്ഛം തോന്നുന്നത് ഇമ്മാതിരി കുറെ അടിമകൾ ഉള്ളതാണ്. ഞങ്ങളെ മുഖ്യമന്ത്രി ഇന്റർനാഷണൽ മുഖ്യമന്ത്രി, എന്നിട്ട് മൂപ്പര് പറഞ്ഞാണ് കുറെ ഇന്റർനാഷണൽ ഗപ്പുകൾ കിട്ടിയിട്ടുണ്ടെന്ന്, കുറെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഉണ്ടല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്രാവശ്യം മത്സരിച്ചിട്ടില്ല കേട്ടോ. ആര്യ രാജേന്ദ്രൻ ഇപ്രാവശ്യം മത്സരിച്ചിട്ടില്ല. മത്സരിക്കുകയാണെങ്കിൽ ഒരു വോട്ടും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ മാറ്റി നിർത്തിയത്. അമ്മാതിരി മുതലുകളൊക്കെയാണ് കേട്ടോ. ഈ ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയോ? ഈ ആര്യ രാജേന്ദ്രന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നേ. എന്താ പറയുക, വേൾഡ് റെക്കോർഡ് കിട്ടിയത്രേ. എന്തോ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ പെൺകുട്ടി ചെയ്ത, ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന സഖാത്തി ചെയ്ത എന്തോ ചില പ്രവർത്തനങ്ങൾക്ക് ഇവിടുന്ന് ലോക റെക്കോർഡ്. ആൾക്കാർ ഞെട്ടില്ലേ? ലോക റെക്കോർഡ് ആദ്യമായിട്ട് ഒരു മേയർക്ക്, തിരുവനന്തപുരം മേയർക്ക് ലോക റെക്കോർഡ്. എന്നിട്ട് എവിടെയാണ്? UK പാർലമെന്റിൽ അല്ലെ, ബ്രിട്ടനിലെ പാർലമെന്റിൽ വെച്ചിട്ട് ഈ അംഗീകാരം, ഈ ലോക റെക്കോർഡ് വേൾഡ് റെക്കോർഡ് ഈ ആര്യ രാജേന്ദ്രൻ നൽകി. ആകെ അന്തം വിട്ടുപോയില്ലേ ലോകത്ത്? അങ്ങനെയാണ് നോക്കിയാൽ നമ്മളിവിടെ ഭാരതരത്നൊക്കെ കൊടുക്കുന്ന പോലെ നമ്മുടെ ഒരു മേയർക്ക് ബ്രിട്ടനിലെ പാർലമെന്റിൽ വെച്ചിട്ട് ലോക റെക്കോർഡ് കൊടുക്കണം അത്രേ. നോക്കിയപ്പോ എന്താണെന്നറിയോ? ഇവിടെ 1000-2000 റുപ്യ കൊടുത്താല് ഈ ഒരുപാട് ഈ വേൾഡ് റെക്കോർഡുകൾ കിട്ടും, റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് ചെറിയ കുട്ടികൾക്ക് പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ ഈ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിരിക്കും. അതായത് 1 മിനിറ്റിനുള്ളിൽ സ്കൂൾ ബാഗിൽ 1 മിനിറ്റിനുള്ളിൽ എന്താ പറയാ, ആ സ്കൂളിലേക്ക് വേണ്ട പുസ്തകങ്ങളും ചുറ്റുപാത്രങ്ങളും ഒക്കെ വെക്കുന്ന ഒരു കുട്ടി, ഇതിന് ലോക റെക്കോർഡ്. അതായത് ഏറ്റവും കൂടുതൽ വേഗതയിൽ മറ്റൊന്ന് A to Z വരെ, അല്ലെങ്കിൽ 1 മുതൽ 100 വരെ ഏറ്റവും സ്പീഡിൽ ചൊല്ലുന്ന, അല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ പറയുന്ന ആൾക്ക് വേൾഡ് റെക്കോർഡ്. വേഗം നടന്നു പോകുന്ന ആൾക്ക്, പിന്നെ അങ്ങനെ ഒരു ദിവസം 50 കപ്പ് ചായ കഴിക്കുന്ന ആൾക്ക് വേൾഡ് റെക്കോർഡ്. ഇങ്ങനെ എന്ത് തോന്നിയാസം ചെയ്താലും അതിന് ചില നമ്മളെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒന്നും കേട്ടോ, അതല്ലാത്ത വേറെ ഇന്ത്യൻ വേൾഡ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തട്ടിപ്പ് വേൾഡ് റെക്കോർഡുകളുണ്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ ബയോഡാറ്റയും കുറച്ച് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമാതിരി സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചിട്ടാണ് ആര്യരാജ എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാൻ പറ്റേ ഇത് അവിടെ UK പാർലമെന്റിൽ ഇമാതിരി പരിപാടിയൊക്കെ, ഇമാതിരി എന്താ പറയാ, അവാർഡുകളൊക്കെ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഇമാതിരി തട്ടിപ്പ് ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അത്ര, ഹാള്. അതിന് വാടക കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് അവിടെ എന്ത് ചെറിയ പരിപാടിയൊക്കെ നടത്താം. അധാർമിക പരിപാടി അല്ലാത്ത പരിപാടികളൊക്കെ അവിടെ നടത്താം കേട്ടോ. അങ്ങനെ UK പാർലമെന്റിൽ വെച്ചിട്ട് ഇമാതിരി തട്ടിപ്പ് സംഘം കൊടുത്ത ഒരു കടലാസാണ് ഇത്. ഉളുപ്പില്ലാതെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലോക റെക്കോർഡ്. അതേമാതിരിയാണ് അരുൺകുമാർ പറഞ്ഞത് ഇന്റർനാഷണൽ മുഖ്യമന്ത്രി. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഇനി കാരണഭൂതം പിന്നെ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് കുറെ കൂടി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സംഭവമാണ് ഇനി എപ്പോഴും നമ്മൾ ഇന്റർനാഷണൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ലീഡർ എന്ന് പറഞ്ഞാൽ ആരാ? ലീഡർ എന്ന് പറഞ്ഞാൽ K കരുണാകരനാണ്. കാരണം K കരുണാകരനെ വിശേഷിപ്പിക്കാനുള്ള വാക്കാണ് ലീഡർ എന്ന് പറഞ്ഞാൽ K കരുണാകരനാണ്. അപ്പൊ അതേപോലെ ഇന്റർനാഷണൽ മുഖ്യമന്ത്രി അടുത്ത ഈ PSC പരീക്ഷക്കൊക്കെ ചോദ്യം വരും കേട്ടോ. ഈ സ്കോളർഷിപ്പ് പരീക്ഷക്കൊക്കെ കുട്ടികൾക്ക് പഠിച്ചിരിക്കണം കേട്ടോ. സ്കോളർഷിപ്പ് പരീക്ഷക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാം ഇന്റർനാഷണൽ മുഖ്യമന്ത്രി ആര്? കേരളത്തിലെ ഇന്റർനാഷണൽ മുഖ്യമന്ത്രി. അപ്പൊ ഇന്റർനാഷണൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ EMS എന്ന് എഴുതിവിടരുതേ. EMS എന്നൊന്ന് എഴുതിവിടരുത് മക്കളെ. ചിലപ്പോ ഈ നമ്മൾ ആലോചിക്കും ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന മുഖ്യമന്ത്രി ആരാണ്? ഇപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ K കരുണാകരൻ ഇന്റർനാഷണൽ ലെവലൊന്നുമില്ല. അപ്പോൾ ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന ഒരേ ഒരാളെ കേരളത്തിൽ ഉള്ളു കിട്ടും, അത് EMS ആണ് അല്ലെ? EMS ആണ്. പക്ഷെ EMS ഒന്നുമില്ല. EMS ഒന്നും ആരും അല്ല. പിണറായിന്റെ മുമ്പിൽ എന്ത് EMS അല്ലേ? EMS എന്ന് പറഞ്ഞാൽ ഷൂ അത്രയേ ഉള്ളൂ. പിണറായി ആര്? ഇന്റർനാഷണൽ. അപ്പോൾ നാം അഭിമാനത്തോടെ നമുക്ക് പറയാം, നമുക്കൊരു ഇന്റർനാഷണൽ മുഖ്യമന്ത്രി ഉണ്ട്.
അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ 9-ാം തീയതിയും 11-ാം തീയതിയും നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ വേണം ഇന്റർനാഷണൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം. തൽക്കാലം നിങ്ങൾ ഇത് മറക്കണം കേട്ടോ. ഏത് ശബരിമലയില് അയ്യപ്പനെ ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയ കള്ളന്മാരാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കരുത്. അതൊക്കെ ചെറിയ കാര്യം. ഞങ്ങൾ ശബരിമലയും കക്കും, ഗുരുവായൂരും കക്കും. ഈ ലോകത്തിലെ എവിടെ സ്വർണ്ണം ഉണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ ഈ അന്തംഗമികൾക്ക് സഖാക്കന്മാർക്ക് ഉള്ളതാണ് എന്നുള്ള രീതിയിൽ ശബരിമല മുഴുവൻ അടിച്ചു മാറ്റി. വാതിൽപ്പാളി, കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങള്, അങ്ങനെ സ്വർണ്ണം എവിടെയുണ്ടോ അത് മുഴുവൻ കട്ട് ഇനി അവസാനം ശബരിമലയിൽ ഒന്നുമില്ല. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അയ്യപ്പനെ അടിച്ചു മാറ്റിയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലും സംശയം പ്രകടിപ്പിച്ചത് ഹൈക്കോടതിയാണ് കേട്ടോ. അപ്പം അത് നിങ്ങൾ പരിഗണിക്കേണ്ട. ഞങ്ങൾ കൊള്ളയൊക്കെ നടത്തും. പിന്നെന്താണ്, പിന്നെയാണ് ഏറ്റവും വലിയ വിശേഷം അത് ഇന്നത്തെ പത്രത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഒരു ബഹുമതി കൂടിയുണ്ട് കേട്ടോ. നമ്പർ വൺ എന്ന് പറയുന്ന ഈ ആരുടെ ഇന്റർനാഷണൽ മുഖ്യമന്ത്രിയുടെ കേരളത്തിന് ഒരു ബഹുമതി കൂടി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി ഹൈക്കോടതി പറയാണ് ഇത് ആരുടെ സർക്കാരാണ്. കേരളം ഇപ്പോൾ ഭരിക്കുന്നത് ആരുടെ സർക്കാരാണ്? നമ്മുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് അടിസ്ഥാന വർഗത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ, പാവങ്ങളുടെ, പട്ടിണിക്കാരുടെ സർക്കാരാണ് എന്നൊക്കെ ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ കോടതി പറയാണ് ഈ സർക്കാർ അഴിമതിക്കാർക്കൊപ്പമാണ്. ആരാ പറയുന്നത്? കേരള ഹൈക്കോടതി പറയാണ് നിങ്ങൾ ആർക്കൊപ്പമാണ്? അഴിമതിക്കാർക്കൊപ്പമാണ് എന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാരിന് നേരെ കോടതി പറയുകയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊന്നും ആലോചിക്കരുത്. അഴിമതി നടത്തിക്കോട്ടെ, പിണറായി അഴിമതി നടത്തിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പിണറായിന്റെ മോൾക്കെതിരെയുള്ള കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. FSIയിൽ കേസ് അന്വേഷിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ കേസ് ഉണ്ടല്ലോ, അതായത് ലാവ്ലിൻ കേസ്, അത് വേറെ വഴിക്ക് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ബോധേഡാവരുത്. കാരണം നമ്മുടെ ഇന്റർനാഷണൽ മുഖ്യമന്ത്രിയെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? മുന്നിൽ കിട്ടിയെങ്കിൽ ഒന്ന് വാരി പുണരാമായിരുന്നു ഇന്റർനാഷണൽ മുഖ്യമന്ത്രി.